നമസ്കാരം. പാഷാണം ജോർജ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് തെണ്ടിത്തരം പറയാൻ. ആദ്യമായിട്ട് കേരളത്തിൽ ജിഹാദ്, ലവ് ജിഹാദ് ഉണ്ടായെന്ന് പറഞ്ഞ അത് PC ജോർജ് ആണെന്നാണ് പറയുന്നത്. പാഷാണം ജോർജ് എന്താ തെണ്ടിത്തരമാണ് അവൻ പറയുന്നത്. അവൻ എത്രയോ നാള് SDP-കാരുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും കൂടെ നടന്ന് അവരെ പൊക്കി പറഞ്ഞവനാണ്. ഇന്ന് അവരെ ഇകഴ്ത്തി പറയുന്നു. അപ്പൊ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്ത് വൃത്തികേടും പറയുന്ന പരമച്ചെറ്റയാണ് ഈ ജോർജ്. അവൻ കണ്ടില്ലേ ചീർത്ത വയറുമായിട്ടിരിക്കുന്ന അവന്റെ ബിസിനസ് എന്തായിരുന്നു? അവന്റെ തന്തയുടെ ബിസിനസ് എന്തായിരുന്നു? കള്ളുവച്ചവടമായിരുന്നു. മദ്യക്കടത്തും മദ്യ കച്ചവടമായിരുന്നു ഇവന്റെ തന്തയുടെ ജോലി. അപ്പോൾ അവന്റെ മകൻ എങ്ങനെയിരിക്കും? അപ്പോൾ ആദ്യമായിട്ട് പൊതുസമൂഹത്തിൽ വന്നിരുന്ന് ഈ വീമ്പിളക്കുമ്പോൾ അല്ലെങ്കിൽ വിഷം ചീറ്റുന്ന വർത്തമാനം പറയുമ്പോൾ ആദ്യം സ്വയം ചിന്തിക്കണം, ഞാൻ ആരായിരുന്നു എന്ന്. എടാ ജോർജ്, പാഷാണം ജോർജ്, നീ മനസ്സിലാക്കാനുള്ളത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യം കച്ചവടം ചെയ്യുന്നവരും മദ്യം ഉണ്ടാക്കുന്നവരും ഈ നാർക്കോട്ടിക്സ് ഉണ്ടാക്കുന്നവരും അത് ബിസിനസ് ചെയ്യുന്നവരും അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കുന്നവരും ഈ ലോകത്തെ ക്രിസ്ത്യാനികളാണെന്ന് ഞാനല്ല പറയുന്നത്. ഇവിടെയുള്ള RSSകാരും സംഘപരിവാറുകാരുമാണ് പറയുന്നത്, ഞാനല്ല. അതായത് തീരദേശത്തുള്ള ഹിന്ദുക്കളെയും മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഹിന്ദുക്കളെയും സൂചി ഗോതമ്പും പൽപ്പൊടിയും കൊടുത്ത് നീയെല്ലാം മതം മാറ്റി എന്ന് പറയുന്നതും ഇവിടെയുള്ള സംഘപരിവാറുകാരാണ്. നീ അല്ലാതെ ഞങ്ങൾ ഹിന്ദുക്കളെയും ഞങ്ങൾ ക്രിസ്ത്യാനികളുടെയും മക്കളെ മുസ്ലിങ്ങൾ വന്ന് വശീകരിച്ച് പ്രേമം നടിച്ച് വിവാഹം കഴിച്ച് കൊണ്ടുപോയി എവിടെ ഏൽപ്പിക്കുന്നു, നിർബന്ധ പരിവർത്തനം നടത്തിയിട്ട്, എന്നിട്ട് വേശ്യാലയങ്ങളിൽ പെടുന്നു. എടാ തെണ്ടി ജോർജ്, നിന്റെ അമ്മയെ പെങ്ങളെ ആരെങ്കിലും അങ്ങനെ മുസ്ലിങ്ങൾ പ്രേമിച്ച് കൊണ്ടുപോയി വേശ്യാലയത്തിൽ കൊടുത്താ? അല്ലെങ്കിൽ നീ ഒരു ഉദാഹരണം പറ. അതാണ് മുസ്ലിങ്ങളുടെ ജോലി. എടാ നീ അത് മനസ്സിലാക്കണം. തെണ്ടിത്തരം പറയുന്നതിന് ഒരു മര്യാദയുണ്ട്. എല്ലാത്തിനും ഒരു 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 അതിർവരമ്പ് വേണം. പറയുമ്പോൾ എന്തെങ്കിലും വലിച്ചു പറയാൻ ശ്രമിക്കരുത്. നീ ഇവിടെ രാവിലെ ചാനലിൽ വന്നിരുന്ന് ഏതെങ്കിലും ഒരുത്തിയായിട്ട് സംസാരിച്ചിട്ട് നിന്റെ പറച്ചിൽ എന്താണ്? നീ ആരാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. നീ എന്താണ് സരിതാ നായരടുത്ത് പറഞ്ഞതെന്നും അറിയാം. നീ എന്തിനാണ് ഈ ഉമ്മൻചാണ്ടിയെ ഒറ്റുകൊടുത്തതെന്നും ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം. അപ്പോൾ നിന്റെ തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കാൻ കേരള ജനതയെ കിട്ടില്ല. കേരളത്തിലെ സംസ്കാര സമ്പന്നരായ വിദ്യാഭ്യാസമുള്ള മതേതരത്തിൽ വിശ്വസിക്കുന്നവരാരും നിന്റെ ഈ ജൽപ്പനങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുകയില്ല. നിന്നെ UDFകാരും LDFകാരും ആട്ടി പുറത്താക്കിയതിനു ശേഷമാണ് നീ BJP സംഘപരിവാർ പാളയത്തിൽ ചെന്ന്. നിന്റെ മോൻ ഇപ്പോ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായി. നിന്റെ മോൻ ഹിന്ദു പെണ്ണിനെ വിവാഹം കഴിച്ച്. ശരി, നീ വിവാഹം കഴിച്ചാൽ പോരെ, നീ എന്തിന് മതം മാറ്റുന്നത്? അത് നീ സ്വയം ചിന്തിക്കടാ തെണ്ടിപ്പട്ടി. നീ ഒരു പട്ടിക്കും മേലെയാണ്, നീ തെണ്ടിപ്പട്ടിയാണ്. നീ ഇത്രയും വൃത്തികെട്ട നിന്റെ സ്വന്തം വീട്ടിൽ തന്നെ ചെയ്തിട്ട് ഞങ്ങൾ ഹിന്ദുക്കൾ, നീ എന്ത് ഹിന്ദുവാടാ? നീ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുക. അതുപോലെ നീ ക്രിസ്ത്യാനിയാവുന്ന എന്തിന്? അല്ലെങ്കിൽ നിന്റെ മകൻ പിന്നെ ഹിന്ദു പെണ്ണിനെ വിവാഹം കഴിച്ച് ക്രിസ്ത്യാനിയാക്കിയതിന്റെ കാരണം എന്ത്? നീ തിരിച്ച് ഹിന്ദു മതത്തിലോട്ട് പരിവർത്തനം ചെയ്യിക്കുക. അതിനൊന്നും കഴിയാതെ വന്നിരുന്ന് മുസ്ലിങ്ങള് പ്രേമം നടിച്ച് വിവാഹം കഴിച്ച് കൊണ്ടുപോയി വേശ്യാലയങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന തെമ്മാടിത്തരം നിന്നെ പോലെയുള്ള ചെറ്റകള് ഈ കേരളത്തിൽ ഇരുന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് വില പോവില്ല. നിനക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമാനം കിട്ടാൻ വേണ്ടി നീ അലയണിപ്പോ. അപ്പൊ അതിനു വേണ്ടി മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്നാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് ഇനി നീ ഒരു വേസ്റ്റാണ്. കേരള രാഷ്ട്രീയത്തിലെ നപുംസകമാണ്. നീ ഷണ്ണനാണ്. നീ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വരെ നീ ആക്ഷേപിക്കുകയാണ്. ക്രിസ്ത്യൻ മതവിശ്വാസികളെ ആക്ഷേപിക്കുകയാണ്. നീ അത് മനസ്സിലാക്കണം. അതായത് സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ മനുഷ്യൻ മനസ്സിലാക്കി തരേണ്ടി വരും. അപ്പോൾ അനാവശ്യ സംസാരങ്ങൾ സംസാരിച്ച് കേരളത്തിലെ അന്തരീക്ഷം കലാപം സൃഷ്ടിക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ അതിവിടെ നടക്കില്ല എന്ന് പറയാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. നന്ദി, നമസ്കാരം.